അങ്ങനെ നമുക്ക് നല്ല മഴയൊക്കെ കിട്ടി തുടങ്ങിയിട്ടുണ്ടല്ലേ. അപ്പോൾ നമ്മളിങ്ങനെ സാരീസ് കാർഡിൽ കുറച്ചിങ്ങനെ വിത്തൊക്കെ പാകി കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രിയേട്ടാ, അതിനായിട്ട് നമുക്ക് ആദ്യം ഇങ്ങനെ മണ്ണൊരുക്കണമല്ലേ വേണ്ടത്. അപ്പോൾ മണ്ണിനകത്ത് ഇങ്ങനെ കുറച്ച് ചാണകപ്പൊടിയൊക്കെ ഇട്ടിട്ട് ഏട്ടൻ നന്നായി ഒന്ന് ഇളക്കി എടുക്കണം ആദ്യം ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ ആദ്യം പാവയ്ക്ക വിത്താണ് നട്ടു കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിലൊരു 6-7 വിത്ത് അത്രയേ ഉള്ളൂ. ഒരു ചെറിയ കവറിനകത്ത് ഉണ്ടായിരുന്ന വിത്താട്ടോ. ഇതൊരു വൈറ്റ് കളറായിട്ടുള്ള പാവയ്ക്കൻ്റെ വിത്താണ്. ഈ ഒരു വിത്ത് പടവലം കേട്ടോ. നമുക്കിത് എന്താ പറയുക, ഒരുപാട് ഇങ്ങനെ നീട്ടുള്ളതാണോ അങ്ങനെയൊന്നും അറിയില്ല. നമുക്കിത് ഇനി വന്നാലൊക്കെ അറിയുള്ളൂ കേട്ടോ എങ്ങനത്തെയൊക്കെയാണെന്ന്. അപ്പോൾ നമ്മൾ വിത്ത് എപ്പോഴും ഒരുപാട് ഇങ്ങനെ ആഴത്തിലിടാൻ പാടില്ല എന്ന് പറയലുണ്ടല്ലേ. നമ്മൾ വിത്തിൻ്റെ അളവാണ് കുഴിൻ്റെ അളവ് എന്നാണല്ലോ പറയുന്നത് കേട്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ അങ്ങനെയൊക്കെ ഇട്ടിട്ടുണ്ട്. ഇത് നമ്മൾ കുക്കുംബർ ആട്ടോ നട്ടു കൊടുക്കുന്നത്. കുക്കുംബർ വന്നിട്ട് നമുക്കിങ്ങനെ കുറേ വിത്തുണ്ട്. അപ്പോൾ ഞാനത് മൊത്തത്തിലിങ്ങനെ അവിടെ ആയിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട്. നമുക്കിങ്ങനെ ചെടിയൊക്കെ ഒരുപാട് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിങ്ങനെ പറിച്ച് നടാമെന്ന് പറഞ്ഞിട്ടാട്ടോ ഞാനിതിങ്ങനെ മൊത്തത്തിൽ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതൊക്കെ ഇങ്ങനെ ഇട്ടിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക മാത്രം മതി. ഇതിങ്ങനെ ഒരുപാട് ഇങ്ങനെ ആഴത്തിലൊന്നും പെടാത്ത വിത്താണ്, ചെറിയ കുഞ്ഞു വിത്തല്ലേ. അതുകൊണ്ട് നമുക്ക് ഒന്ന് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ. ഇനിയുള്ളത് നമുക്ക് കുമ്പളമാണ്. ഇതൊക്കെ നമ്മൾ ചെയ്യുന്നതൊക്കെ സെപ്പറേറ്റ് ആട്ടോ, എല്ലാതും ഒരേ തരത്തിലല്ല ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഈ കുമ്പളമൊക്കെ വന്നിട്ട് നമ്മളിങ്ങനെ നിലത്ത് പടരുന്ന മാതിരി ഇങ്ങനെ വിടാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യുന്നതാണ്. കുമ്പളവും മത്തനൊക്കെ അങ്ങനെയാട്ടോ ചെയ്യൽ. നമ്മൾ വെണ്ട നട്ടു കൊടുത്തിട്ടുണ്ട്. വെണ്ട ഒരു 2-3 വെറൈറ്റി വെണ്ട നട്ടിട്ടുണ്ട് കേട്ടോ. അത് ഒരു ഗ്രീൻ കളറും റെഡും പിന്നെ അതേപോലെ കൊമ്പൻ വെണ്ട, അങ്ങനെ ഒരു 3 വെറൈറ്റി വെണ്ട ഇങ്ങനെ പാകി കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഇത്തവണത്തെ കൃഷി എല്ലാ വെജിറ്റബിളും ചെയ്യണം എന്നുള്ളൊരാഗ്രഹത്തിലാട്ടോ ഇങ്ങനെ വിത്തൊക്കെ നട്ടു കൊടുക്കുന്നത്. എത്രത്തോളം വരുന്നു അങ്ങനെയൊന്നും അറിയില്ല. അപ്പോൾ നമ്മളിവിടെ പീച്ചലും അങ്ങനെയൊക്കെ നട്ടിട്ടുണ്ട് കേട്ടോ. പീച്ചൽ, പിന്നെ എന്താ പറയുക, കൊത്തവര അങ്ങനെയൊക്കെ നട്ടിട്ടുണ്ട്. പയർ അതൊക്കെ നട്ടിട്ടുണ്ട്. ഇവിടെ നമ്മൾ പാകി കൊടുക്കുന്ന വിത്ത് എല്ലാതും ഹൈബ്രിഡിൻ്റെ വിത്തുകളാണ് കേട്ടോ. നമ്മളിവിടെ വഴുതനയും മുളകും മാത്രം നമ്മൾ വിത്ത് ഇങ്ങനെ പാകുന്നില്ല. അത് നമ്മൾ ഇങ്ങനെ ചെടികളൊക്കെ വാങ്ങിയിട്ട് വെക്കാമെന്നുള്ള ആ ഒരു ഇതിൽ നമ്മൾ അതൊന്നും പാകിയിട്ടില്ല. അപ്പോൾ ബാക്കിയുള്ള ഏകദേശം പച്ചക്കറിൻ്റെ എല്ലാം നമ്മളിപ്പോൾ ഇവിടെ പാകി വെച്ചിട്ടുണ്ട്. ഇവിടെ നമുക്ക് കുറച്ച് വിത്തുകളൊക്കെ ഇങ്ങനെ മുളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. പയറും കൊത്തമരയും അങ്ങനത്തെയൊക്കെ ഇങ്ങനെ മുളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിനി അടുത്ത് പാകണത് ഇങ്ങനെ മത്തൻ്റെ വിത്താണ് കേട്ടോ. മത്തൻ വന്നിട്ട് നമുക്ക് ഇങ്ങനെ കുറച്ച് വലിയ സൈസായിട്ടുള്ള മത്തനൊക്കെയാണ്. അപ്പോൾ ഇത് ഇത്രയും വിത്തുണ്ട്. ഞാനിത് മൊത്തം പാകി കൊടുക്കുന്നുണ്ട്. നമുക്കിപ്പോൾ എത്ര വിത്ത് ഇങ്ങനെ മുളയ്ക്കുന്നൊന്നും അറിയില്ല. അപ്പോൾ നമുക്ക് കുറച്ച് കൂടുതലൊക്കെ മുളച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടുന്ന് 1-2 കുറച്ച് ചെടിനെയൊക്കെ മാറ്റി നടാമെന്നൊക്കെ പറഞ്ഞിട്ട് ഞാനത് മൊത്തം ഇങ്ങനെ കുത്തി കൊടുക്കുന്നുണ്ട്. നമ്മൾ ഈ വിത്ത് പാകലൊക്കെ കഴിഞ്ഞിട്ട് വേണം നമുക്കിങ്ങനെ ചെടി വഴുതനയും എന്താ പറയുക തക്കാളിയും മുളകിൻ്റെ ചെടികളൊക്കെ വാങ്ങിയിട്ട് ഇങ്ങനെ നട്ടു കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇവിടെ വന്നിട്ട് ഏട്ടനും ഞാനും കൂടെ മാത്രമല്ലേ ചെയ്യുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ ടൈം കിട്ടുന്നതിനനുസരിച്ച് ഇങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടാട്ടോ ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ആവശ്യമായിട്ടുള്ള ഇങ്ങനെ സാധനങ്ങളൊക്കെ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്നത് തന്നെയായിരിക്കുമല്ലോ കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്നത്. ഞങ്ങൾക്ക് എപ്പോഴും അങ്ങനെയായിട്ടാണ് തോന്നാറുള്ളത്. നമ്മളൊരാളിനെയൊക്കെ വെച്ചിട്ട് ചെയ്യുന്നതിനെക്കാട്ടിയും ഭയങ്കര ഒരു ഇൻട്രസ്റ്റിങ്ങും ഭയങ്കര ഒരു സന്തോഷമൊക്കെ തരുന്നത് നമ്മൾ തന്നെ ചെയ്യുമ്പോഴാണത്. അങ്ങനെ നമ്മുടെ വിത്ത് പാകലൊക്കെ ഏകദേശം കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ കുഞ്ഞു വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഓക്കെ, ബൈ.